ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡെയിലി വ്ലോഗായിട്ടാണ്, ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇന്നത്തെ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യണത്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതിട്ടാ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലൊരു ജ്വല്ലറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു എന്താ പറയാ, ഒരു സ്റ്റോറേജ് പോലെ ഒരു സാധനം, ഈ ഒരു കാണുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാല് ഒരുപാട് നാളായിട്ട്, വർഷങ്ങളായിട്ടുള്ള ഒരു സാധനമാണ്. ഒരുപാട് മുന്നേ ഓൺലൈൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു അത്. അപ്പോ ഇത് ഇപ്പൊ അങ്ങനെ അധികം എന്റെ കയ്യില് ജ്വല്ലറീസ് ഒന്നും ഇല്ല കേട്ടാ. ജ്വല്ലറീസ് എന്ന് ഞാൻ പറയുമ്പോ ഇങ്ങനത്തെ ഫാൻസി ഇയറിങ്സും അങ്ങനത്തെ കമ്മലുമാലൊക്കെ ഇല്ലേ, അതിനെ പറ്റിയിട്ടാ പറയണത്. ഇത് മുമ്പൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുന്നവരും അങ്ങനെയൊക്കെ പോയിരുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാനൊക്കെ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം കുറെയൊക്കെ പൊട്ടയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാത്തതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇതില് മുന്നേ ഇതെല്ലാം ഇരിക്കായിരുന്നു കേട്ടാ ഈ ഒരു ഇത്. അപ്പോ ഇപ്പൊ അതില് അത്രക്കൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ വല്ലപ്പോഴെല്ലാം ഇതൊന്ന് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഇതില് ഈ ഒരു സ്പേസിലൊക്കെ നമുക്ക് ഈ കമ്മലിന്റെ ആ ഒരു സ്ക്രൂ ഇല്ലേ, അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത്, അതൊരു തെർമോക്കോളാട്ടാ, അതിന്റെ മുകളില് വെൽവെറ്റ് ഒട്ടിച്ചേക്കാണ്. അപ്പൊ അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താല് അതങ്ങനെ അവിടെ ഇരുന്നോളൂ കേട്ടാ. പിന്നെ ഈ ഹൂപ്സ് ഒക്കെ ഇങ്ങനെ കൊളുത്തി ഇടാനായിട്ട് ഇതുമ്പോ ഇങ്ങനെ സ്ക്രൂ അല്ല, ഒരു ഇങ്ങനെ ഹാങ് ചെയ്യാൻ ഒരു സാധനം ഉണ്ട് കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് അടിപൊളിയാട്ടാ. ഇത് എന്താ പറയാ, ഇപ്പൊ അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അധികം ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. ഇതില് മൊത്തത്തില് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നിറഞ്ഞിരിക്കുന്ന തരത്തില് ജ്വല്ലറീസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ മോള് വെറുതെ എല്ലാം ഇട്ടെടുക്കണ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഒഴിവാക്കാത്ത കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നില് ഇത് തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ ഇതുമ്മ വല്ല നൂലിന്റെ പൊടിയോ അല്ലെങ്കിൽ ചിലപ്പോ ചില കമ്മല് മാലയെന്നൊക്കെ ത്രെഡൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുമ്മ പറ്റി പിടിച്ചാൽ പോവാനായിട്ട് ഭയങ്കര പാടാട്ടോ. അത് നിങ്ങൾ ആ കറുപ്പുമ്മ ഇങ്ങനൊരു വെളുത്തൊരു എന്താ പറയാ, ഒരു പൊടി പോലെ കാണല്ലേ, അത് ശരിക്കും പൊടിയൊന്നല്ല. ഇതിന്റെയൊക്കെ തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇളകിയിട്ടല്ല, അതും അങ്ങനെ ഈ വെൽവെറ്റില് പിടിച്ചാല് പോവാൻ പാടല്ല. ഞാൻ ലിൻറോളൊക്കെ വെച്ചിട്ട് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോണില്ല കേട്ടാ. പിന്നെ ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചതാ. പിന്നെ ഇതുപോലത്തെ സ്റ്റഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഇരുന്നോളൂ കേട്ടാ. ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെയും കൊണ്ടുവച്ച് അങ്ങനെ മിസ്സായി പോവും, അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. അപ്പൊ അതൊക്കെ ഒന്ന് ഒരു വിധം ഒന്ന് ഒതുക്കിയതിനു ശേഷം എനിക്കിന്ന് 2 സാധനങ്ങൾ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്ന് ഈ ഒരു കണ്ടെയ്നേഴ്സ് ആട്ടാ, എന്താ പറയാ, ഗ്ലാസിന്റെ ഗ്ലാസ് ജാസ് ആട്ടാ. ഞാനിതിപ്പോ കിച്ചണിലേക്ക് ആ ഒരു പരിപ്പും പയറും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാട്ടാ. ഇതിന്റെ തന്നെ ഇതേ സെയിം സാധനം തന്നെ എൻ്റെ വേറെ ഉണ്ട്. അപ്പോ ഇത് 3 ഒരു സെറ്റ് ആയിട്ടാട്ടാ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാ. അപ്പൊ 3 ഒരു സെറ്റ് ആയിട്ട് അത് വരല്. അപ്പൊ നേരത്തെ വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ അപ്പോ നല്ല യൂസ്ഫുൾ ആട്ടാ ഇത്. നമുക്ക് കയ്യിൽ നല്ലോണം ഒതുങ്ങും, അതുപോലെ തന്നെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാലും നല്ല ഒതുങ്ങിയിരിക്കും. അങ്ങനത്തെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ജാർ ഇത്. അപ്പൊ ഇത് എന്റെ കയ്യില് ഇതുണ്ട്. അതല്ലാണ്ട് തന്നെ കുറച്ച് വീതിയുള്ള ഗ്ലാസ് ജാറുകൾ ഉണ്ട്. അപ്പൊ ആ വീതിയുള്ള ഗ്ലാസ് ജാർ എനിക്ക് വേറെ വീട്ടിലെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ അത് എന്താ പറയാ, അപ്പൊ അതിലിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് പിന്നെ ആ ജാറ് വേറെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഓർഡർ ചെയ്തതാട്ടാ. ഞാൻ പറയുമ്പോ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്, എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോണു. അപ്പോ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് അത്. അപ്പൊ എനിക്ക് ഈ ജാർ ഇഷ്ടമായത് കൊണ്ട് മറ്റേത് വാങ്ങിക്കുന്നതിന് പകരം ഞാൻ ഈ ജാറ് വാങ്ങിച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. അതായത് സാധനങ്ങൾ റീപ്ലേസ് ചെയ്ത് വെക്കാണ്. ആദ്യം തന്നെ ഇതൊന്ന് കഴുകി എടുക്കുകയാണ്. ഇത് കഴുകി ഉണങ്ങിയതിനു ശേഷം ഇതിലേക്ക് സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ടാ. ഞാൻ വെറുതെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്, അത്രേ ഉള്ളൂ. പിന്നില്ലേ, വീഡിയോസ് ഇടാൻ വിചാരിക്കുന്ന ദിവസം വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടാ. ഇവിടെ എന്റെ മോൾക്കെല്ലാം എക്സാം എല്ലാം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വോയിസ് ഓവർ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ, നല്ലോണം
എന്താ പറയാ എല്ലാ കാര്യങ്ങളൂടെ ആകുമ്പോൾ മാനേജ് ചെയ്ത് പോകാൻ പറ്റണില്ല. അതായത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കണല്ലോ. അപ്പൊ അതെല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്ന ദിവസം വീഡിയോ ഇടാൻ പറ്റണില്ല. അതാട്ടാ ഞാൻ ചൊവ്വാഴ്ച വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് ഇത്ര ലേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, വ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല പാടല്ലേ. നമ്മളൊരു റെസിപ്പി ഒക്കെ ഷൂട്ട് ചെയ്തിടുന്ന പോലെ അല്ലല്ലോ വ്ലോഗ് ആകുമ്പോ. നമ്മള് ഒരുപാട് ഓരോ എന്താ പറയാ ട്രൈപോഡും ക്യാമറയും ഇതെല്ലാം ഓരോരോ സ്ഥലങ്ങളിലേക്ക് വെച്ച് അങ്ങനെയൊക്കെ അല്ലേ എടുക്കുക. അപ്പോ അതിൻ്റെതായിട്ടുള്ള എല്ലാം കൂടെ പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് വിചാരിക്കുന്ന ദിവസം വീഡിയോ ഇടാൻ പറ്റണില്ല. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാനും ഉറപ്പായിട്ടും മറക്കരുത് ട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട്. അത് കാരണമാണ് എത്ര ഇതാവുമ്പോഴും എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ കുറച്ചെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ വേഗം തന്നെ വന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് കുറേശ്ശെ എഡിറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയായിട്ടാ ഞാൻ ചെയ്യല്. അപ്പൊ ഇതാ ഗ്ലാസിന്റെ ബോട്ടിൽസ് ഒക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു ഷേപ്പില് നല്ല രസം കിട്ടും കാണാനായിട്ട്. സാധാരണ നമ്മള് കുറച്ച് വീതിയിലല്ലേ കാണല്, ഇതിന് വീതി എന്താ പറയാ ലെങ്ത് ആണ് കേട്ടോ ഇതിന് കൂടുതല്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ എന്റെ ആ ഒരു കൈമ പിടിക്കാനുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഒതുങ്ങും കയ്യില്. അതാണ് എനിക്ക് കുപ്പി ഏറ്റവും അധികം ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ട്ടാ. ജസ്റ്റ് താഴെയുള്ള കടയിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. അത് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നതാ. ഉച്ചക്കിലേക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്നതാട്ടാ. വെണ്ടക്കയും പിന്നെന്താ വഴുതനങ്ങ, പിന്നെ അവക്കാഡോ, പിന്നെ ഈ പെപ്പേഴ്സ് ഇല്ലേ, ബെൽ പെപ്പേഴ്സ്, അത് 2 പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാക്കറ്റിൽ 3 കളേഴ്സ് വെച്ചിട്ട് അങ്ങനെ വരും കേട്ടോ. അങ്ങനത്തെ ഇത് ഒരുപാട് ഇവിടെ യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അത് കാരണം അങ്ങനെ 2 പാക്കറ്റ് അതും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ കടയിലേക്കൊക്കെ പോയിട്ട് വന്നപ്പോഴേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കുപ്പിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ബാൽക്കണിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് തുടച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഈ ഒരു ഗ്രീൻ പീസും ഈ പരിപ്പും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഗ്ലാസിന്റെ ബോട്ടിൽസിലേക്ക് ഇട്ടച്ചതിന് ശേഷം ആ കുപ്പി വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാനാട്ടാ. അപ്പൊ എനിക്ക് പതുക്കെ കിച്ചണിലെ എല്ലാ ബോട്ടിൽസും ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോട്ടിൽസിലേക്ക് ആക്കണമെന്ന് ഉണ്ടട്ടാ. പക്ഷെ ഉണ്ടല്ലോ, ഇതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആട്ടാ. ഞാൻ ഒരു സെറ്റും കൂടി വാങ്ങിക്കണം, ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഞാൻ ഒരു സെറ്റും കൂടെ വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് നോക്കിയപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാ കാണിക്കുന്നത്. ഇനിയിപ്പോ സ്റ്റോക്ക് വരുമായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ വാങ്ങിക്കണതല്ല കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കലില്ല. ഇതിപ്പോ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും ഇട്ടെക്കാൻ എനിക്ക് കുപ്പി വേണമെന്ന് വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു കുപ്പി വാങ്ങിച്ചിട്ട് അങ്ങ് റീപ്ലേസ് ചെയ്യൂട്ടാ. എനിക്ക് ഇഷ്ടമുള്ള കുപ്പി വാങ്ങിച്ചിട്ട് അപ്പൊ മറ്റേതിലിരിക്കുന്നത് ഇതിലേക്ക് ആക്കി ഇത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആ പഴയ കുപ്പി വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കും. അങ്ങനെയാട്ടാ ചെയ്യല്. അങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കുപ്പികളായാലും എന്തായാലും ഞാൻ വാങ്ങിക്കലുള്ളൂ. അല്ലാണ്ട് ഒരു സാധനം കാണുമ്പോൾ ഇഷ്ടമായിട്ട് വീട്ടിലിരിക്കുന്ന സാധനം എടുത്ത് ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിച്ച് അതുമ്മ ഇട്ട് വെക്കല് അങ്ങനെ ചെയ്യലില്ല കേട്ടാ. നമ്മൾ എന്തായാലും എല്ലാം കുറെ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കണതല്ലേ. ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും പൈസ കൊടുത്ത് വാങ്ങിക്കണതല്ലേ. അപ്പൊ അത് വെറുതെ എടുത്ത് കളഞ്ഞതിന് ശേഷം അങ്ങനെ പുതിയത് വാങ്ങിച്ച് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ട് അതെനിക്ക് അത്ര താല്പര്യമില്ല കേട്ടാ. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന നേരം ഇങ്ങനെ കേട്ടാ ചെയ്യല്. അങ്ങനെ ചെയ്യല്. ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കുപ്പിയൊക്കെ ഒരുപാട് നാളായിട്ട് എന്റെ കയ്യിൽ ഉള്ളതാട്ടാ. എന്താ പറയാ, നല്ല അതും ആമസോണിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു വുഡൻ ലിഡ് വരുന്നത്.
അപ്പൊ ദാ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കല്. അപ്പൊ അത് കണ്ട കറക്റ്റ് ആ ഒരു സ്പേസിൽ ആ കുപ്പി ഇരിക്കൂട്ട. അത് കാരണമാണ് എനിക്ക് മെയിൻ ആയിട്ട് ആ കുപ്പി ഇഷ്ടമായിട്ടുള്ളത്. ഒരു കുപ്പിയാകുമ്പോ എന്റെ ഒരു ഈ ഒരു ഷെൽഫിൽ കറക്റ്റ് പാകാവും. അപ്പൊ എനിക്ക് മുകളിൽ അങ്ങനെ വെറുതെ സ്പേസ് കിടക്കൊന്നുമില്ല. നിങ്ങൾക്ക് കാണുന്നില്ലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ അതിരിക്കണത്. അപ്പൊ അല്ലാതെ വെറുതെ എക്സ്ട്രാ സ്റ്റോറേജ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒതുക്കി വെക്കും, അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടാ. അത് കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ട് ആ കുപ്പി ഞാൻ വാങ്ങിക്കാനുള്ള റീസണും. പിന്നെ ഇപ്പോ നേരത്തെ കൊണ്ടുവന്ന ആ ഒരു ബെൽ പെപ്പേഴ്സ് ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടാ. കഴുകി വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഷെയർ ചെയ്തിട്ടില്ലേ, ഇതുപോലെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബോക്സുകളിൽ ഇട്ടിട്ട് അത് വെക്കല്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാ. അതിന് മുന്നായിട്ട് നേരത്തെ ഒഴിവാക്കിയ ഒരു കുപ്പിയാട്ടാ ഇത്, സ്ക്വയർ ഷേപ്പിലുള്ള. അതിൽ ഞാൻ ഈ സെസമി സീഡ്സ് ഇല്ലേ അത് ഇട്ടേക്കാണ്. അതിവിടെ യൂസ് ചെയ്യലുണ്ട് കേട്ടോ, ഓരോന്നിന്റെ മുകളില് ഇടാനൊക്കെ ആയിട്ട്, സാലഡ്സിന്റെയും അങ്ങനെയൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ അത് ഒരു കുപ്പിയിലേക്ക് അത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാപ്സിക്കം കഴുകി വൃത്തിയാക്കി അതിനുള്ള വെള്ളമൊക്കെ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്. ഇതൊക്കെ ജോലി എനിക്ക് രാവിലെയൊക്കെ എടുക്കാൻ നേരത്ത് ഇങ്ങനെ കഴുകാനും അതിന്റെ സീഡ് കളയാനൊന്നും നിൽക്കണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് വെച്ചാല്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഞാൻ റെഡിയാക്കി വെക്കണതാട്ടാ. പിന്നെ ഇങ്ങനത്തെ റെഡി ടു ഈറ്റ് ക്യാരറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ കഴിക്കാനായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാ. അത് ഇനിയിപ്പോ കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടാ, പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഗ്ലാസിന്റെ എന്താ പറയാ സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് അതും കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. അപ്പൊ ഈ ഒരു ക്യാരറ്റൊക്കെ ഇതിന് മറ്റേ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും, മറ്റേ ക്യാരറ്റിനേക്കാളും ഇതിന് നല്ല ടേസ്റ്റ് കൂടുതലാട്ടാ കഴിക്കാനായിട്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ്സ് ഇത്. അതിനുശേഷം അതാ ഫ്രിഡ്ജില് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ അപ്പൊ വേറെ സ്റ്റോറേജ് ബോക്സുകളിൽ ഞാൻ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ആട്ടാ. അപ്പൊ അതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുള്ളതും കൂടിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഉച്ചക്കിലേക്കുള്ള റൈസും കൂടി ഒന്ന് റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. സ്റ്റിക്കി റൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് റൈസ് കുക്കറിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാല് അത് കുക്കായി ഇരുന്നോളും. പിന്നെ അത് വാമായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ കഴിക്കാൻ നേരത്ത് ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ ഇതെന്താ അറിയോ, പീനട്ട് ഇല്ലേ അതാട്ടാ. ഇത് ഞാൻ വാങ്ങിക്കലുണ്ട്. ഇതെന്തിനാ വെച്ചാല് എന്താ പറയാ സാലഡ്സിൽ ഇടാൻ വേണ്ടിട്ടാ. ഇത് മറ്റേ വറുത്തിട്ടുള്ള അതല്ല, കടലയല്ല, ഇത് പച്ചയാട്ടാ. ഇത് നമ്മള് കുക്ക് ചെയ്തെടുത്തിട്ട് സാലഡ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പൊ അതും കൂടി ഒന്ന് ബോക്സുകളിലെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിലാക്കി ഇട്ട് വെക്കാണ്. അപ്പൊ നേരത്തെ കാണിച്ച ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബോട്ടിൽസ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പരിപ്പൊക്കെ മാറ്റിയിട്ട് വെച്ചില്ലേ, ആ ഒരു ഗ്ലാസ് ജാർ ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇപ്പൊ ഇതൊക്കെ ഇട്ട് വെക്കാണ് കേട്ടോ. അപ്പൊ ഇത് എന്താ പറയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നേഴ്സ് ആമസോണിൽ നോക്കി വെക്കൂ. ഗ്ലാസ് ജാർസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലൊക്കെ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ കിട്ടൂട്ടാ. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാട്ടാ എൻ്റെ അടുത്ത്. പക്ഷെ ഇവിടുത്തെ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അത് ഞാൻ കൂടുതലും കൊടുക്കാത്ത, എന്നാലും കിട്ടുന്നതിന്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാട്ടാ. പിന്നെ ഇപ്പൊ ഉച്ചക്കലേക്ക് ഉണ്ടാക്കിയ വെണ്ടയ്ക്ക ഉപ്പേരിയാട്ടാ. ഇതെന്താ ഇപ്പൊ കാണിക്കണം എന്നറിയോ, എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വെണ്ടയ്ക്കയും ചീരയൊന്നും കുക്ക് ചെയ്യുമ്പോ അടച്ചിക്കാൻ പാടില്ലാന്ന്. ശരിയാട്ടാ. ഞാൻ മുമ്പ് വെണ്ടയ്ക്ക വെക്കുമ്പോ എല്ലാം കുഴഞ്ഞിട്ടൊക്കെ പോലുണ്ടായിരുന്നു. എന്റെ വിചാരം അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയവരും അടച്ചു വെച്ചിട്ടില്ല കേട്ടാ. അതിൽ പറഞ്ഞ പോലെ തന്നെ അടച്ചു വെച്ചിട്ടില്ല. അപ്പൊ താങ്ക് യു ട്ടാ. അത് എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ട എല്ലാം നല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ 2 സാധനങ്ങൾ ഡെലിവറി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊന്ന് ആയിരുന്നു ആ ഗ്ലാസിന്റെ ബോട്ടിൽസ്. അപ്പൊ അത് ഒക്കെ റെഡിയാക്കി വെച്ചല്ലോ. ഇനിയിപ്പോ അടുത്തത് സ്ട്രോ ആണ് കേട്ടാ. സ്ട്രോ എന്ന് പറയുമ്പോ ഈ എന്താ പറയാ
ഇത് ഗ്ലാസ് ആട്ടാ. ഈ ഒരു സ്ട്രോന്റെ മെറ്റീരിയൽ വരുന്നത് ഗ്ലാസ് ആണ്, അല്ലാണ്ട് സ്റ്റീലല്ല. സ്റ്റീൽ എന്റെ അടുത്ത് ഉണ്ട്, പക്ഷെ സ്റ്റീലിന് കുറച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരുന്ന പോലെയും അതുപോലെ തന്നെ അതുമ്മ തുരുമ്പ് പിടിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ കുറെ സെർച്ച് ചെയ്തു ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എന്തായാലും പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ യൂസ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ ആമസോണില് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രോ ആയിരുന്നു ഇത്. ഗ്ലാസ് സ്ട്രോസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കുകയും ചെയ്യാട്ടാ, ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കാലോ. അതിപ്പോ ഞാൻ ഇവിടുത്തെ ലിങ്കാണ് കൊടുക്കണമെങ്കിലും നിങ്ങൾ ഏത് കൺട്രിയിലായാലും വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടൂട്ടാ. സെർച്ച് ചെയ്താൽ മതി ഗ്ലാസ് സ്ട്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിട്ടും. അപ്പൊ ഇത് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സ്ട്രോകളാട്ടാ ഇത്. അപ്പൊ അതും കൂടി ഒന്ന് അൺപാക്ക് ചെയ്തതിനു ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാനുണ്ട്. ഇനിയിപ്പോ കുറച്ച് ഗരം മസാല ഉണ്ടാക്കാനുണ്ട് കേട്ടാ. അപ്പൊ ഗരം മസാല ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പല ടൈപ്പില് ഉണ്ടാക്കൂട്ടാ. വെച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുത്തലൊന്നുമില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറുമ്പോ തന്നെ ടേസ്റ്റ് മാറുമല്ലോ. അപ്പൊ എപ്പോഴും ഒരേ ടേസ്റ്റിൽ കഴിക്കേണ്ട വെച്ചിട്ട് ഞാനിങ്ങനെ മാറി മാറി ഉണ്ടാക്കലുണ്ട്. അപ്പോ ഇന്നും അതുപോലെ ഒരു ഉണ്ടാക്കാണ്. പിന്നെ ഞാൻ എപ്പോഴും ഗരം മസാലയ്ക്ക് സ്പൈസസ് എടുക്കുമ്പോ മുമ്പെല്ലാം ഞാനിങ്ങനെ സ്പൂണുമ്മ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ അത് എനിക്ക് കറക്റ്റ് കൂടിയും കുറഞ്ഞൊക്കെ പോവും. പിന്നെ ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെക്കണ നേരം ചെറുതായിട്ട് ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴൊന്നും ഇങ്ങനെ മെഷർ ചെയ്തൊന്നും എടുക്കുകയൊന്നുമില്ല കേട്ടാ. കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് എടുക്കലുണ്ട്. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, കറക്റ്റ് ഗ്രാമിൽ കിട്ടും. അപ്പൊ അങ്ങനെ ഇത് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ളതാട്ടാ. അപ്പൊ അത് അങ്ങനെ ചെയ്തതിനു ശേഷം അത് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കും. അങ്ങനെ കേട്ടോ ഇപ്പൊ ഒത്തിരി ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന നേരം ചെയ്യല്. ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ട് വരുന്ന നേരം ഈ പെരുംജീരകം ഇല്ലേ, വലിയ ജീരകം, ഫെനൽ സീഡ്സ് എന്നെല്ലാം പറയുന്നത്, അതൊക്കെ ഇത്രയും വലിയ, ഇതിപ്പോ എനിക്ക് തോന്നുന്നു 1/2 കിലോന്റെ എന്തോ പാക്കറ്റ് ആണ്, അതോ 250 അങ്ങനെ എന്തോ പാക്കറ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ ഇതില് ഞാൻ ഈ ഒരു ബ്രാൻഡാ കൂടുതലും വാങ്ങിക്കല്. അപ്പൊ അത് കാണലില്ല. അപ്പൊ അത് കാരണം വലിയ പാക്കറ്റില് ഇങ്ങനെ എന്തായാലും ഇതൊക്കെ നമുക്ക് കേരള റെസിപ്പീസിന് പെരുംജീരകം ആവശ്യമാണല്ലോ. ഇതിപ്പോ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രല്ല, അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ചു വെക്കൂട്ടാ. പെരുംജീരകം കൂടുതൽ ആണല്ലോ എടുക്കല്. അപ്പൊ ഞാനിവിടെ ഒരു 60 ഗ്രാമെല്ലാം പെരുംജീരകം എടുത്തിട്ടുണ്ട്. ബാക്കി പട്ടയും ഗ്രാമ്പുവും ഏലക്കായ എല്ലാം 20 ഗ്രാം വീതം. ഏലക്കായ കുറച്ചുകൂടെ കുറച്ചെടുക്കും കേട്ടോ, ഒരു 15 ഗ്രാമെല്ലാം എടുക്കുള്ളൂ. അതിന്റെ ആ ഒരു കുത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് ഒരു കുത്തുണ്ടാവില്ലേ കറിക്കൊക്കെ ഏലക്കേന്റെ. അപ്പൊ അത് കാരണം അത് ഒരു 5 ഗ്രാമെല്ലാം കുറച്ചെടുക്കും കേട്ടോ. അതായത് പട്ടയും ഗ്രാമ്പും എല്ലാം 20 ഗ്രാമും ഏലക്കായ 5 ഗ്രാം 15 ഗ്രാമും അങ്ങനെയെല്ലാം എടുക്കും കേട്ടാ. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമൊന്നല്ലട്ടാ. അങ്ങനെ നിങ്ങൾ കരുതരുത്. ഇതിപ്പോ ഞാൻ ചെയ്യണോണ്ട് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ കാണിക്കുന്നത്. അപ്പൊ അതില് ഞാൻ എന്താണോ ചെയ്യണത് അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടാ. അത്രേ ഉള്ളൂ. പട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാണ്, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാ. പിന്നെ ഇതാ ജാതിപത്രി ഇല്ലേ, അത് മെയ്സെന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്, അതും കൂടെ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെപ്പോഴൊന്നും മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടാ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കലുള്ളൂ. പിന്നെ തക്കോലം എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, ഇങ്ങനെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള, പിന്നെ തക്കോലം എന്നെന്തോ പറയും. ആ സാധനം ഞാൻ അധികം ഒന്നിലും യൂസ് ചെയ്യലില്ല കേട്ടോ. അതും കൂടെ ഇടണം എന്നെല്ലാം പറയും, പക്ഷെ ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ ജാതിക്കായും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചെറിയൊരു പീസ് അതും കൂടെ ഇട്ടിട്ടുണ്ട്. ജാതിപത്രിയും ജാതിക്കായും എല്ലാം ഞാൻ വല്ലപ്പോഴും എല്ലാം ഇടലുള്ളൂ, കയ്യിലുണ്ടെങ്കിൽ മാത്രം കേട്ടാ, അങ്ങനെ ചേർക്കലുള്ളൂ. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് ഇട്ട് വെക്കാണ് കേട്ടാ. ഇപ്പൊ ഇത് തണുത്തു കഴിഞ്ഞാല് പൊടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോ അത് തണുക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് പണികൾ വേറെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വന്നിട്ട് പിന്നെ ഇത് പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പൊ അത് ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ബോട്ടിലേക്ക് ആക്കി വെക്കാണ്. അപ്പൊ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും അത് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാനും മറന്നു പോകരുത്. എന്തായാലും പറയണം കേട്ടാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോ ഒക്കെ എനിക്ക് ഇമ്പ്രൂവ്
എന്താ പറയാ നന്നാക്കാനൊക്കെ പറ്റാം. മുന്നേ ഞാൻ പറഞ്ഞ പോലെ ആ വെണ്ടയ്ക്കേന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അടച്ചു വെച്ചിട്ട് എപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ചീരയും വെണ്ടയ്ക്കയല്ല. അപ്പൊ ചീര അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം കണ്ടപ്പോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ടാ, വെണ്ടയ്ക്കയും ചീരയൊന്നും അടച്ചു വെച്ചിട്ടല്ല കുക്ക് ചെയ്യാന്ന്. ശരിയാട്ടാ, ഞാനത് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്തപ്പോ അടച്ചു വെക്കാണ്ട് ചെയ്തപ്പോ ഞാൻ കാണിച്ചില്ലേ, നല്ല എല്ലാം നല്ല മൊരിഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടാ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.